ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡാണ്. ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് തിയറി മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള, അതായത് കാറ്, ഫർണിച്ചർ തുടങ്ങിയവയൊന്നും നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതേപോലെ റൂറൽ ലാൻഡ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് അല്ല, അർബൻ ലാൻഡ് മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ജ്വല്ലറി ഐറ്റംസ് പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ കൂടി അത് ക്യാപിറ്റൽ അസറ്റാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തിയറിയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ. നമുക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർമാറ്റ് കാണിക്കാം, അത് നോക്കുക. ഇതാണ് ഇതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. ഇതിൽ കൂടുതലൊന്നും ഇതിൽ നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ കേസിലും വിൽക്കുന്നതായിരിക്കും. മറ്റൊരാൾക്ക് വിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനെയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുമ്പോഴോ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടുന്ന വാല്യൂ, നമുക്ക് കിട്ടുന്ന പൈസേനെയാണ് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് വിൽക്കുന്ന പ്രൈസാണ് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബ്രോക്കറേജ്, അഡ്വർടൈസിങ് എക്സ്പെൻസ്, രജിസ്ട്രേഷൻ ഫീ തുടങ്ങിയവ സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കുക. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ബ്രോക്കറേജ്, രജിസ്ട്രേഷൻ ഫീ, അതേപോലെ അഡ്വർടൈസിങ് എക്സ്പെൻസ് ഒക്കെ വരും. പിന്നെ STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്കൊരിക്കലും സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ വേണ്ടി പറ്റില്ല. ആ കാര്യം ഓർത്തിരിക്കുക. STT കൊടുത്തു എന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റില്ല. ഇനി ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷനാണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷനാണ്. ഇനി ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് എക്സ്പെൻസ് ഇല്ലെങ്കിൽ നമ്മളത് കുറക്കാൻ നിൽക്കണ്ട, പിന്നെ നെറ്റ് കൺസിഡറേഷനൊന്നും എഴുതാൻ നമ്മൾ നിൽക്കണ്ട. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നുള്ള ആദ്യത്തെ ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ മാത്രം എഴുതുക. സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് കുറക്കുന്നതായിട്ട് കാണിക്കുക, കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷൻ. ഇനി നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ് കുറക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അസറ്റ് ഷോർട്ട് ടേം അസറ്റാണോ ലോങ് ടേം ആണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഷോർട്ട് ടേമും ലോങ് ടേമും നമ്മൾ നോക്കുന്നത് അത് എത്ര നാൾ കൈവശം വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നോർമൽ കേസിൽ അസറ്റ് പർച്ചേസ് ചെയ്ത് 3 വർഷം അല്ലെങ്കിൽ 36 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആവും. നോർമൽ കേസിൽ 36 മാസത്തിൽ കൂടുതൽ, 3 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ചാൽ അത് ലോങ് ടേം ആവും. 36 മാസത്തിൽ കുറഞ്ഞാൽ അത് ഷോർട്ട് ടേം ആവും. നോർമൽ കേസിൽ, സാധാരണ അസറ്റിൻ്റെ കേസിൽ 36 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ചാൽ അത് ലോങ് ടേമും 36 മാസത്തിൽ കുറവ് വെച്ചാൽ അത് ഷോർട്ട് ടേമുമാണ്. ഇനി ചില കേസിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ്, അതേപോലെ ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ് നോട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ ഇത് ഈ 36 മാസത്തിന് പകരം 24 മാസത്തിൽ കൂടിയാൽ തന്നെ ഇത് ലോങ് ടേം ആവും. അതായത് ലാൻഡ്, ബിൽഡിങ്, പിന്നെ ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് നോട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ 24 മാസത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ടേം ആവും. 24 മാസത്തിൽ കുറഞ്ഞാൽ, അത് 2 വർഷത്തിൽ കുറഞ്ഞാൽ ഇത് ഷോർട്ട് ടേം ആവും. ഇനി ചില ഐറ്റം 12 മാസത്തിൽ കൂടിക്കഴിഞ്ഞാൽ തന്നെ ലോങ് ടേം ആവും. അതിന് നമ്മൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഒന്ന് ഇക്വിറ്റി ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റഡ്, അതേപോലെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. നോട്ട് ലിസ്റ്റഡ് നമ്മൾ പറഞ്ഞു 24 മാസമാണ് കണക്ക്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്
12 മാസം കൈവശം വെച്ചാൽ തന്നെ അത് ലോങ് ടേം ആവും. 12 മാസത്തിൽ കുറഞ്ഞാൽ അത് ഷോർട്ട് ടേം ആവും. പിന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇതൊക്കെ 12 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ചാൽ ലോങ് ടേം ആവുന്ന കേസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നോക്കുക ഇതെപ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറഞ്ഞ നോർമൽ കേസിൽ 3 വർഷമാണ്, 36 മാസം കൈവശം വെച്ചാൽ അത് ലോങ് ടേം ആവും. ഇനി നമ്മൾ ആ പറഞ്ഞ ഇക്വേഷനിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കുക. അപ്പോൾ കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷൻ. ഇത് എല്ലാത്തിനും സെയിം ആണ്, ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും സെയിം ആണ്. ഇനി ഷോർട്ട് ടേം ആണെങ്കിൽ നമ്മൾ ഈ നെറ്റ് കൺസിഡറേഷൻ കുറക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും പിന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആണ്. ഷോർട്ട് ടേം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആണ്. ഇനി ലോങ് ടേം ആണെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ചെയ്യണം. ഇൻഡെക്സേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇന്നത്തെ വാല്യൂ, അതായത് അന്ന് ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ആ അസറ്റ് അക്വയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതായത് ഒരു 10 വർഷം മുമ്പ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ 5 ലക്ഷം രൂപയായിരുന്നു വില എന്ന് വിചാരിക്കുക. ഇന്ന് പ്രസൻ്റ്ലി അതിനെത്ര വിലയുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേം ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യണം, ഷോർട്ട് ടേം ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യണ്ട. ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഷോർട്ട് ടേം ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറക്കുക. ഇനി ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറക്കുക. ഇനി ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1/4/2001 മുമ്പാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ 1/4/2001 മുമ്പാണ് അസറ്റ് അക്വയർ ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും, അതെന്തായാലും സ്വാഭാവികമായിട്ടും ലോങ് ടേം അസറ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ സോൾവ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും തരുന്നത്. അപ്പോൾ 1/4/2001 മുമ്പാണ് ഈ അസറ്റ് അക്വയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡയറക്റ്റ് എടുക്കുന്നതല്ല. നമ്മൾ 1/4/2001 FMVയും അതേപോലെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷനും കമ്പയർ ചെയ്യും. എന്നിട്ട് ഹയർ വാല്യൂവിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുക. എപ്പോഴും ലോങ് ടേമിൻ്റെ കേസിൽ നോക്കുക, 1/4/2001 മുമ്പാണ് അസറ്റ് അക്വയർ ചെയ്യുന്നതെങ്കിൽ 1/4/2001 FMV ഫെയർ മാർക്കറ്റ് വാല്യൂ, അതേപോലെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്യുക. എന്നിട്ട് ഹയർ വാല്യൂവിനെയാണ് നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യേണ്ടത്. 1/4/2001 മുമ്പാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV ഓൺ 1/4/2001 വിച്ചെവർ ഈസ് ഹയർ ക്യാൻ ബി ഇൻഡെക്സ്ഡ്. അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. ഇനി അതേപോലെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ 1/4/2001 മുമ്പ് നടക്കുന്ന ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റും നമ്മൾ എടുക്കാറില്ല. 1/4/2001 മുമ്പുള്ള ഒരു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ എടുക്കാറില്ല. 1/4/2001 ശേഷമുള്ള ഇംപ്രൂവ്മെൻറ്റിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റിനെ മാത്രമാണ് നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ അസറ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് വരുന്ന ചിലവാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കേസിൽ 1/4/2001 മുമ്പാണ് അസറ്റ് അക്വയർ ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓർ FMV ഓൺ 1/4/2001 വിച്ചെവർ ഈസ് ഹയർ ആണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ 1/4/2001 മുമ്പുള്ള ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ പരിഗണിക്കില്ല. 1/4/2001 ശേഷമുള്ള ഇംപ്രൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി അസറ്റ് നമുക്ക് കിട്ടുന്നത് വിൽപ്പത്രം വഴിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടൊക്കെ ആണെങ്കിൽ പ്രീവിയസ് ഓണറിന് വന്ന കോസ്റ്റാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അസറ്റ് നമുക്ക് കിട്ടുന്നത് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ വിൽപ്പത്രം വഴിയോ പാരമ്പര്യമായിട്ടൊക്കെ ആണെങ്കിൽ പ്രീവിയസ് ഓണറിന് വന്ന കോസ്റ്റാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ആ ഒരു കേസിൽ നമ്മൾ നോക്കേണ്ടത് 1/4/2001 മുമ്പാണെങ്കിൽ ഈ FMV എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് അക്വിസിഷനും കമ്പയർ ചെയ്യും. എന്നിട്ട് ഹയർ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതേപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഇനി ഇൻഡെക്സേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ എമൗണ്ടിന് എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ്
അക്വിസിഷൻ. അതായത് നമ്മളിപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കേസിൽ ഇൻഡെക്സ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ എമൗണ്ട് എടുത്തു ഇൻറ്റു നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും ആ ഇൻഡെക്സ്. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 2023-24 348 2001-2002 അത് നമ്മുടെ ബേസ് ഇയർ ആണ്, അത് 100 ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. 2023-24 348 2001-2002 100 അത് നമ്മുടെ 2001-2002 നമ്മുടെ ബേസാണ്. അതിന് മുമ്പ് പർച്ചേസ് ചെയ്തതിൻ്റെയൊക്കെ നമ്മൾ ഈ ബേസ് ഇയറിൻ്റെ 100 നമ്മൾ എടുക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു ഏത് വർഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. നമുക്ക് കൂടുതലും ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ ട്രാൻസ്ഫർ ചെയ്തതായിരിക്കും തരുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു 348 ഇപ്പോൾ 1/4/2001 മുമ്പാണെങ്കിൽ നമുക്ക് 100 എടുക്കാം. ഇനിയിപ്പോൾ ഒരു 2008 ഏപ്രിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 2008-2009 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, 3 ലക്ഷമാണ് കോസ്റ്റ് എന്ന് വിചാരിക്കുക. 2008-2009 അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3 ലക്ഷം ഇൻറ്റു 2001 ശേഷമാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് മുമ്പാണെങ്കിലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 3 ലക്ഷം ഇൻറ്റു ഇത് വിൽക്കുന്നത് 2024 അപ്പോൾ 348 2008-2009 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, കൂടുതലും ക്വസ്റ്റ്യനിൽ തരും. ഈ നമ്മൾ പറഞ്ഞ പോലെ 2023-24 ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഏത് ഓർത്തിരിക്കുക, ബേസ് ഇയർ ആയിട്ടുള്ള 2001-2002 ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. ഇനി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസ് എടുത്താലും ഇതേപോലെ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻറ്റു ഇയർ ഓഫ് ട്രാൻസ്ഫർ, ഇയർ ഓഫ് ട്രാൻസ്ഫർ, ഏത് വർഷമാണോ ട്രാൻസ്ഫർ ചെയ്ത് ആ വർഷത്തെ ഇൻഡെക്സ്. അത് നമുക്ക് 348 തന്നെ ആയിരിക്കും, കാരണം മുകളിൽ നമ്മൾ 348 എഴുതിയത്. ഡിവൈഡഡ് ബൈ ഏത് വർഷമാണ് നമ്മൾ ഈ മോഡിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഹൗസ് ആണെങ്കിൽ അതിന് അഡീഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഇപ്പോൾ 2008-2009 തന്നെയാണ് മോഡിഫിക്കേഷൻ വരുത്തുന്നതെങ്കിൽ ആ വർഷത്തെ എന്താണ് ഇൻഡെക്സാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കേസിൽ ഏത് വർഷമാണോ നമ്മൾ അക്വയർ ചെയ്തത് ആ വർഷത്തെ ഇൻഡെക്സാണ് താഴെ എഴുതേണ്ടത്. ഇമ്പ്രൂവ്മെൻറ്റ് ഏത് വർഷമാണോ നടത്തുന്നത് ആ വർഷത്തെ ഇൻഡെക്സാണ് നമ്മൾ ഇൻഡെക്സിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മൾ താഴെ എഴുതേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് ഈ ഷോർട്ട് ടേം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും ഡയറക്റ്റ് കുറക്കുമ്പോൾ കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ലോങ് ടേം ആണെങ്കിൽ നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കുറച്ച് കിട്ടുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. മൈനസ് വാല്യൂ വരുവാണെങ്കിൽ അത് ലോസ് ആയിരിക്കും, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഗെയിൻ ആയിരിക്കും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ, അതായത് ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റുന്ന അസറ്റ് ആണെങ്കിൽ അതെപ്പോഴും ഷോർട്ട് ടേം അസറ്റ് ആയിരിക്കും. ഡിപ്രീസിയേഷൻ കുറക്കുന്ന അസറ്റ് എപ്പോഴും ഷോർട്ട് ടേം അസറ്റ് ആയിരിക്കും. ഇങ്ങനെ ഡിപ്രീഷ്യബിൾ അസറ്റാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വിൽക്കുന്ന വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷനും മറ്റൊന്നും കുറക്കാൻ നമ്മൾ നിൽക്കണ്ട. എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കുക, ഈ റിട്ടേൺ ഡൗൺ വാല്യൂ കുറക്കുമ്പോൾ കിട്ടുന്നത് ഷോർട്ട് ടേം ഗെയിൻ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഡിപ്രീഷ്യബിൾ അസറ്റ് എപ്പോഴും ഷോർട്ട് ടേം ഗെയിൻ ആയിരിക്കും. ഇനി ഡിപ്രീസിയേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ ആ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ കുറച്ചതാണ് നമ്മുടെ ഷോർട്ട് ടേം ഗെയിൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ആ പ്രോബ്ലത്തിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇമ്പ്രൂവ്മെൻറ്റും ഒന്നും കുറക്കാൻ നിങ്ങൾ പോകണ്ട. ഇനി നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അസറ്റ് അക്വയർ ചെയ്യുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്, ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ഓണറിൻ്റെ, അതിൻ്റെ ആദ്യത്തെ ഓണറിൻ്റെ ആണ് യഥാർത്ഥത്തിലുള്ള കോസ്റ്റ്. പക്ഷേ പ്രീവിയസ് ഓണറിന് ചിലവായ കോസ്റ്റ് നമുക്ക് അറിയുന്നില്ലെങ്കിൽ എപ്പോഴാണോ നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് ആ കിട്ടിയ ഡേറ്റിൽ FMV അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ അസറ്റ് നമുക്ക് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ വിൽപ്പത്രം വഴിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ, പക്ഷേ പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഏത് ഡേറ്റിലാണോ നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് ആ ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ FMV ആണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് LTCGയിൽ സെക്ഷൻ 112A പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 112A പ്രകാരം
ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ STT പെയ്ഡ് അല്ലെങ്കിൽ ഈ 112 എന്നത് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സ്, ബിസിനസ് ട്രസ്റ്റ് തുടങ്ങിയവ നമ്മൾ അക്വയർ ചെയ്യുന്നത് 1/2/2018 മുമ്പാണെങ്കിൽ LTCG അണ്ടർ സെക്ഷൻ 112A പ്രകാരം ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സ്, ബിസിനസ് ട്രസ്റ്റ് ഇവ അക്വയർ ചെയ്യുന്നത് 1/2/2018 മുൻപും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് 31/1/2018 ശേഷവുമാണെങ്കിൽ 31/1/2018 ശേഷമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ 31/1/2018 FMV 31/1/2018 FMV അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഏതാണ് കൂടുതൽ അതാണ് നമ്മൾ എടുക്കുക. ഈ പറഞ്ഞ 112A പ്രകാരമാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കേസിൽ അസറ്റ് അക്വയർ ചെയ്യുന്നത് 1/2/2018 മുമ്പും ട്രാൻസ്ഫർ ചെയ്യുന്നത് 31/1/2018 ശേഷവുമാണെങ്കിൽ ഈ 31/1/2018 FMV അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഏതാണ് കൂടുതൽ അതാണ് കോസ്റ്റ് ഓഫ് അക്വസിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി 112A പ്രകാരമാണെങ്കിൽ LTCG 112A പ്രകാരമാണെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യണ്ട. അതേപോലെ നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞു, ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ ഷോർട്ട് ടേം ആണ് എപ്പോഴും. അതേപോലെ 112A ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ 112A എന്ന് തരുവാണെങ്കിൽ LTCG ആണെങ്കിൽ പോലും അത് ഇൻഡെക്സേഷൻ ചെയ്യണ്ട. അതേപോലെ 112A പ്രകാരമാണെങ്കിൽ നമുക്ക് LTCGക്ക് 1 ലക്ഷം വരെ എക്സംഷൻ കിട്ടും. STT പെയ്ഡ് ആണെങ്കിൽ 1 ലക്ഷം വരെ നമുക്ക് എക്സംഷൻ കിട്ടും. ആ എക്സംഷൻ 1 ലക്ഷം എന്ത് ചെയ്യുക, LTCGന്ന് കുറച്ച് എക്സംഷൻ എന്ന് പറഞ്ഞ് 1 ലക്ഷം കുറക്കാം. നമുക്ക് ബ്രാക്കറ്റിൽ STT പെയ്ഡ് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൂടി 112A കൂടി ഒന്ന് അറിഞ്ഞു വെക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനും സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കുക. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് തുടങ്ങിയവ കുറക്കാം. STT കുറക്കാൻ പറ്റില്ല. അത് കുറച്ച് കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷൻ. ഇനി ഇത് സെല്ലിംഗ് എക്സ്പെൻസ് ഇല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് ഡയറക്റ്റായിട്ട് എന്ത് കുറക്കുക, ഷോർട്ട് ടേം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറക്കുക. അപ്പോൾ കിട്ടുന്നതാണ് STCG അല്ലെങ്കിൽ STCL ലോസ് ആയിരിക്കും. ഇനി ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആണ് കുറക്കേണ്ടത്. ഇൻഡെക്സേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് അക്വസിഷൻ. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് LTCG അല്ലെങ്കിൽ LTCL ആണ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോസ്റ്റ് ഓഫ് അക്വസിഷൻ്റെ കേസിൽ 1/4/2001 മുമ്പാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ 1/4/2001 FMV ഏതാണ് കൂടുതൽ അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് 1/4/2001 മുമ്പ് ഉള്ള ഇംപ്രൂവ്മെൻറ്റ് പരിഗണിക്കില്ല. 1/4/2001 ശേഷം നടന്ന ഇംപ്രൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. അതിൻ്റെ 1-2 പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.